ഹായ്, രാഹുൽ മാങ്കൂട്ടത്തിലാണ് നമുക്കൊപ്പം ഉള്ളത്. പേര് കണ്ണൻ മാമൻ എന്നൊരു പേരുണ്ട്. കണ്ണൻ എന്നാണ് പേര്. കറക്റ്റ് കേട്ടോ, കറക്റ്റ് പേര്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് തോന്നി തുടങ്ങിയ ഇവൻ നന്നാവും. നന്നാവത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തൽ വരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് യുവതി റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തുന്നു. പോയേ കയ്യിന്ന് പോയേ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് എന്റെ നമ്പർ വാങ്ങിക്കായിരുന്നു. ഏത് സോഫിയുടെ ഐ ഡി? എനിക്ക് ഐഡിയ ഇല്ല. അതെന്താ ഐ ഡി ഇല്ലാത്ത? നമ്പർ വാങ്ങിയതിനു ശേഷം ആ ഫോൺ നമ്പറിലാണോ നിങ്ങളോട് വിവാഹ അഭ്യർത്ഥന നടത്തിയത്? അതെ, ടെലിഗ്രാം ത്രൂ ആയിരുന്നു മെസ്സേജുകൾ അയക്കുന്നത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. എല്ലാവരുടെ അടുത്തും ചെയ്യുന്ന പോലെ തന്നെ അതിനകത്ത് ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധേ? കൊണ്ട് ഉപ്പിലിട്ട് വെക്കും. 5 സെക്കൻഡ്, 10 സെക്കൻഡ്, 15 സെക്കൻഡിലൊക്കെയുള്ള ടൈമർ സെറ്റ് ചെയ്തിട്ടായിരുന്നു പുള്ളി സംസാരിക്കുന്നത്. ഫുൾ ടെക്നിക്ക് അറിയാലോ മോനെ. ആൾക്കാര് കാണും, അതുകൊണ്ട് നമുക്ക് റൂം എടുക്കാം. അന്തസ് വേണോടാ, അന്തസ്. ഇവിടെ ഭയങ്കര തിരക്കുണ്ട്, റഷ് ഉണ്ടല്ലോ ഇന്നത്തെ ദിവസം. നമുക്ക് റൂം എടുത്തിട്ട് സംസാരിക്കാം. നമുക്കിരിക്കാൻ മിനിമം ഒരു 5 നക്ഷത്ര ഹോട്ടലിന്റെ മുറിയെങ്കിലും വേണം. അതായിരിക്കും കുറച്ചും കൂടെ സേഫ് എന്ന് പറയുകയായിരുന്നു. വരൂ, ബെഡ്റൂമിലേക്ക് പോകാം. തന്ത്രപരമായി ഒരു ലൈംഗിക ബന്ധം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങളെ മുറിയിലെത്തിക്കുകയായിരുന്നു എന്ന് സംശയിക്കുന്നു. നിർബന്ധിക്കുക തന്നെയായിരുന്നു. അങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായതിനു ശേഷം പുള്ളി അറ്റേ ഡേ തന്നെ എന്നോട് പറയാണ്, എന്റെ മുഖത്ത് നോക്കി പറയാണ്, എനിക്ക് പറ്റില്ല കല്യാണം ഒന്നും കഴിക്കാൻ. അപ്പൊ കാര്യമൊക്കെ നിക്കണല്ലേ, എന്നിട്ട് കൈമറത്ത എവിടെയുണ്ടാ കാമത്തവളയോ? പിന്നെ പട്ടാപ്പകളുടെ സ്ത്രീയെ കയറി പിടിച്ചൊരുത്തനെ ഞാൻ പുണ്യാളച്ചാന്ന് വിളിക്കണോ? ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഇതില് എനിക്ക് പറ്റില്ല. അത് മാത്രല്ല, എനിക്ക് മുന്നോട്ടേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. ആര്? ഇവിടുത്തെ കമ്മിറ്റി. എന്തിന്? നീ കാരണം മാനമര്യാദയ്ക്ക് പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഗർഭഛിദ്രം ചെയ്യാൻ യുവതിയെ ഭീഷണിപ്പെടുത്തിയും അപേക്ഷിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ. ഗർഭഛിദ്രം ചെയ്തില്ല എങ്കിൽ തന്റെ ജീവനം തകരുമെന്ന് രാഹുൽ പറയുന്നു. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. പാർട്ടിക്കകത്തുള്ള ഏത് നേതാവിനെതിരായിട്ട് ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്യും. ഒരു വിട്ടുവീഴ്ചയില്ല. ആരായാലും അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി.